കെ പ്രശാന്ത് MLA ഇന്ന് കോടതി വിഷയം പരിഗണിച്ചു. നമ്മൾ ഇതുവരെ കേൾക്കുന്ന പോലെ പരസ്പരം പഴിചാരി സർക്കാരും റെയിൽവേയും ഒരു സമയം കഴിയുമ്പോൾ കോടതി പറഞ്ഞു നിർത്തൂ, സ്റ്റോപ്പ് ദ ബ്ലെയിം ഗെയിം. കെ പ്രശാന്ത് സ്പെസിഫിക് പ്രശ്നത്തിന്റെ പേരിൽ ആമയിഴഞ്ഞാന്തോടിന്റെ പ്രശ്നം അത്രയും റെയിൽവേയുടെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമായിരുന്നില്ലേ ഇന്ന് മന്ത്രി MP രാജേഷ് നടത്തിയത്? അത് ശരിയാണോ കെ പ്രശാന്ത്? അല്ല, മാലിന്യ സംസ്കരണം എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അതിൽ റെയിൽവേക്കും പങ്കുണ്ട്, മറ്റ് സ്ഥാപനങ്ങൾക്കും പങ്കുണ്ട്, ഓരോ മനുഷ്യർക്കും പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആർക്കും അതിൽ മാറിയിക്കാൻ വേണ്ടി കഴിയുക? ഇപ്പം നഗരസഭയെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നൊരു സ്ഥിതി വരികയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, MP രാജേഷ് ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. റെയിൽവേയുടെ പണി മാലിന്യം നീക്കലല്ല, ട്രെയിൻ ഓട്ടിക്കലാണെന്നൊരു സുഹൃത്ത് ഞാനിപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ കേട്ടു. റെയിൽവേയുടെ തുടർച്ചയായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനകത്ത് മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിക്കാൻ വേണ്ടി പരാമർശമുണ്ട്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ പരിശോധനയിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഖര ദ്രവ മാലിന്യ സംസ്കരണ പരിപാലനത്തിന് കൃത്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അത് നഗരസഭയുടെ മാത്രമാണ് ഉത്തരവാദിത്വമെങ്കിൽ NGTയും മറ്റ് സ്ഥാപനങ്ങളും ഈ നിലയിൽ പറയില്ലല്ലോ. അപ്പോൾ ബൾക്ക് വേസ്റ്റ് ജനറേറ്ററായ റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങൾ സ്വയം ഈ കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരണം, അവിടുത്തെ വേസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ നഗരസഭയുടെ മേൽ കുതിര കയറിയിട്ട് കാര്യമൊന്നുമില്ല. നഗരസഭയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും പരമാധികാരമൊന്നും നൽകിയിട്ടില്ല. ഞാൻ മേയറായിരിക്കുന്ന സമയത്തും ഈ റെയിൽവേയുടെ ഭാഗത്ത് പണി ചെയ്യുന്നതിന് അനുവാദം തരാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിച്ച് വലിയ കത്തിടപാടുകളും മറ്റുമൊക്കെ നടത്തിയതിനു ശേഷമാണ് അവസാനം അനുവാദം തരാൻ വേണ്ടി തയ്യാറായത്. ഇവിടെയും തിരുവനന്തപുരം നഗരസഭ റെയിൽവേക്ക് കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ പണി നേരിട്ട് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവർ തന്നെ പണി ചെയ്യുമ്പോൾ കോർപ്പറേഷൻ കത്ത് കൊടുത്തു, കാര്യങ്ങൾ ചെയ്തു, ഈ പറയുന്ന റെയിൽവേ നിസ്സംഗമായി പെരുമാറി, സമ്മതിക്കുന്നു, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അത് റെയിൽവേയുടെ പിഴവ് തന്നെയാണ്. പക്ഷേ കെ പ്രശാന്ത് എന്ന് പറഞ്ഞ് എത്ര 12 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ഈ പറയുന്ന ആമയിഴഞ്ചാന്തോടിന്റെ എത്ര ഭാഗമാണ് റെയിൽവേയുടെ പക്കലുള്ളത്? പരമാവധി 200 മീറ്റർ അല്ലേ? ആ 200 മീറ്ററിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എത്ര വർഷങ്ങളായി അട്ടിയടിക്ക് ഒഴുകുന്ന വേസ്റ്റ് ആണെന്ന് ആ വേസ്റ്റ് മാറ്റാത്തതിന് ഉത്തരവാദിത്വം റെയിൽവേക്ക് കൊടുക്കാൻ പറ്റുമോ കെ പ്രശാന്ത്? അതല്ല, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നഗരസഭ ഇത് മാറ്റാറുണ്ട്. നമുക്ക് സംഭവിക്കുന്നത് എന്താ? ഈ നഗരത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. ഈ നഗരത്തിനകത്ത് നിരവധി പ്രദേശങ്ങളിൽ മാലിന്യം ശേഖരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഗ്രില്ലുകൾ മാറ്റി ഈ തോട്ടിലേക്ക് ഇടുന്ന ഒരു സ്ഥിതിയാണ് പൊതുവിൽ കണ്ടുവരാറുള്ളത്. ഞാൻ എവിടെയൊക്കെയാണ് സ്ഥലമെന്നൊന്നും ഞാൻ കൃത്യമായി പറയുന്നില്ല, എനിക്ക് ഇതിനെ സംബന്ധിച്ച നല്ല ബോധ്യമുണ്ട്. അപ്പൊ അത്തരമൊരു സ്ഥിതി നഗരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വലിയ പരിശ്രമം ഗവൺമെന്റും നഗരസഭയും ഒക്കെ നടത്തിയതാണ്. അല്ല, അവരുടെ കൈക്ക് പിടിക്കേണ്ടത് ആരാണ്? ഇപ്പൊ കോടതി ചോദിക്കുന്നു, നിങ്ങൾ ഇവിടുന്ന് ശേഖരിച്ചു പോകുന്ന മാലിന്യം എവിടെ കൊണ്ട് കളയുന്നു? സർക്കാർ പറയുന്നു അത് കരാറുകാരെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ കരാറുകാർ എവിടെ കൊണ്ട് നോക്കും നിങ്ങൾക്ക് അറിയാവോ? സർക്കാരിന് അറിയില്ല. കെ പ്രശാന്ത്, അപ്പൊ ഇന്ന് മന്ത്രി MP രാജേഷോട് ചോദിക്കുമ്പോൾ ഈ ഫുഡ് വേസ്റ്റുകൾ പന്നി ഫാമിലേക്ക് കൊണ്ടുപോകാൻ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി പന്നികൾ തിരുവനന്തപുരത്തുണ്ടോ കെ പ്രശാന്ത്? അല്ല, അതിന് മാത്രമുള്ള പന്നികൾ തിരുവനന്തപുരത്തില്ല എന്ന് മാത്രമല്ല, ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പന്നികൾക്ക് കൊടുക്കാനും കഴിയില്ല. കാരണം അതൊരു ആഹാര സാധനം എന്ന നിലയ്ക്ക് അതിനെ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല. പന്നികൾക്കുള്ള ആഹാരമായിട്ട് അതിനെ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? തിരുവനന്തപുരത്ത് ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ വിളപ്പിശാലയുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അനുവദിക്കാത്ത സ്ഥിതിയുണ്ട്. ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് പെരിങ്ങമലയിൽ ഏതാണ്ട് 35 ഏക്കർ സ്ഥലം കണ്ടെത്തി അവിടെ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമം നടത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത്? അവിടെ നിന്നും പട്ടിണി ജാഥയും സങ്കടജാഥയും പ്രതിഷേധ ജാഥയും ഒക്കെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തരമൊരു സ്ഥിതി തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അത് ജനങ്ങളിൽ ഒരു വലിയ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുക. ഞാൻ മേയറായിരിക്കുന്ന സമയത്ത് തന്നെ ഉറവിട മാലിന്യ സംസ്കരണ പരിപാടികൾ, ഗ്രീൻ പ്രോട്ടോകോൾ, സീറോ വേസ്റ്റ് ഉൾപ്പെടെയുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചതാണ്. തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി വീടുകളിൽ ചെന്ന് നമ്മുടെ ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനം അടക്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നഗരസഭ പരിശ്രമിക്കുന്നത്. ജൈവ മാലിന്യങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം പറയുന്നുണ്ടെങ്കിലും പല വീട്ടുകാർക്കും അത് ഉപയോഗിക്കാനുള്ള സമയക്കുറവുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട്, പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി അവരെ പഠിപ്പിച്ച് ഓരോ വീട്ടുകളിലും ഉണ്ടാകുന്ന മാലിന്യം അവരുടെ ഉത്തരവാദിത്തമാക്കി മാറ്റിക്കൊണ്ട് സംസ്കരിക്കുക എന്ന് പറയുന്ന നയത്തിലേക്കാണ്